ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ളോഗാണ് എനിക്ക്. എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് അറൗണ്ട് 3 years ഒക്കെ ആവാൻ പോകുന്നു. ആൻഡ് ഞാൻ ഇതുവരെ ഇത്ര ഒരു വലിയൊരു ബിഗ് സ്റ്റെപ്പ് എൻ്റെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ബട്ട് എനിവേയ്സ്, ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച, അതല്ലെങ്കിൽ എൻ്റെ ഒരു ലോങ് ടൈം വിഷ്, എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന, എൻ്റെ ഈ പ്രാവശ്യത്തെ വിഷൻ ബോർഡിലുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പർച്ചേസ് ചെയ്തു. ഫോണുണ്ട്, ഫോണിൽ അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതിൻ്റെ പുറത്ത് എടുത്തതാണ്. സോ അതിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് വലിയ കുറേ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഞാനിത് പഠിച്ചു വരുന്നുള്ളൂ. സോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇത് കംപ്ലീറ്റ് പഠിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഞാൻ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എന്ന് തോന്നി. ദെൻ വാട്ട്, ഇപ്പോഴും ഞാൻ എങ്ങോട്ടേക്കാണ് നോക്കി സംസാരിക്കുന്നത്. ഞാനിപ്പോൾ സ്ക്രീനിലൊക്കെയാണ് സംസാരിക്കുന്നത്. മേ ബി എന്തെങ്കിലും നിങ്ങൾക്ക് വിയർഡായിട്ട് തോന്നാം, മേ ബി ചിലപ്പോൾ ലെൻസിലേക്കായിരിക്കും നോക്കേണ്ടത്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ ജസ്റ്റ് ടു കമൻറ്റ്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനും. അതുപോലെ എപ്പോഴും നമ്മൾ ഒരേ ഒരു മെത്തേഡിലാണല്ലോ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാം വ്ളോഗ്സൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അങ്ങനത്തെ വ്ളോഗ്സൊക്കെ കാണാൻ പറ്റും. സോ വാട്ട് എവർ യു ആർ സീയിങ് ഇൻ ദിസ് വീഡിയോ, എവറിത്തിങ് ഐ ഷൂട്ടഡ് വിത്ത് ദിസ് ക്യാം. ഇത് DJIൻ്റെ Osmo Pocket 3 ആണ്. ഇറ്റ്സ് എ മിനി ക്യാം. എനിക്ക് പിന്നെ പുറത്തൊക്കെ ഇറങ്ങി വ്ളോഗ് എടുക്കാനും സംസാരിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. സോ ഐ തോട്ട് എനിക്ക് പക്കയായിരിക്കും ഇതെന്ന്. ആൻഡ് ഇന്ന് ഞാൻ ഇതിൻ്റെ ഈ ട്രയൽ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മാഴ്സിൻ്റെ ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ കുടിച്ച് നോക്കിയിട്ടില്ല. ഇന്നലെ ലുലുവിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ തന്നെ M&Mൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. M&Mൻ്റെ എനിക്ക് തീരെ ഇഷ്ടമായില്ല, അതുകൊണ്ട് എനിക്കിതിൽ വലിയ പ്രതീക്ഷയില്ല. ബട്ട് എനിവേസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എനിക്ക് ഭയങ്കര ചോക്ലേറ്റി ഫ്ലേവേഴ്സ് ഒന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ എന്തായാലും മാഴ്സ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല. ഈ ചോക്ലേറ്റ് ഫ്ലേവറേ ഇഷ്ടമല്ല. എനിക്കെന്തോ ജസ്റ്റ് ഒരു 5. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 years ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നാണ്. എല്ലാവരും ഒന്നും ആ സമയത്ത് നമുക്ക് സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. കുറേ പേരൊക്കെ സപ്പോർട്ട് അഭിനയിച്ചാലും മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും, ഇവരൊന്നും എവിടെ എത്തില്ല, റീച്ചാവില്ല, അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിർത്തും. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഞാനും എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ പേരിങ്ങനെ പറയാറുണ്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, ബട്ട് എന്ത് ഷൂട്ട് ചെയ്യണമെന്ന് അറിയില്ല, എല്ലാ ദിവസവും ഒരുപോലെയാണ്, ഒന്നും സ്പെഷ്യലായിട്ടോ ആവോ, അല്ലെങ്കിൽ ലൈഫ് തീരെ ഹാപ്പനിങ് അല്ല എന്നൊക്കെ. എൻ്റെ ലൈഫും തീരെ ഹാപ്പനിങ് ഒന്നുമല്ല, എല്ലാ ദിവസവും ഒരുപോലെയാണ്. വീക്ക്ലി 6 days വർക്ക് ചെയ്യുന്നു, ഒരു ഡേ ഓഫ് കിട്ടുന്നു, പറ്റുന്ന സമയത്ത് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഫാക്റ്റാണ്, ഇറ്റ്സ് ലൈക്ക് എവറി ലൈഫ് ഈസ് വർത്ത് ഡോക്യുമെൻറ്റിങ്. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇനി അതൊന്നും ഇല്ലെങ്കിലും നമുക്കിതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു ലൈഫൊക്കെ മിസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു വെച്ച് കാണാനും, പിന്നെ അതുപോലെ നമ്മളുടെ 20s 30s ഒക്കെ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞത് തോന്നാണ്ടിരിക്കാനൊക്കെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എനിക്ക് വിചാരിക്കണം. എല്ലാവർക്കും ചിലപ്പോൾ ഇതൊന്നും എല്ലാവരുടെ ഒരു കപ്പ് ഓഫ് ടീ ആയിരിക്കണം എന്നില്ല. Come on. मुझे कुछ पल ये गुरुबत के फकीरों के पहचान जब तुम लेंगे मेरी को बुला എന്റെ കൂടെ ആകില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു തോന്നില്ല. സോ ജസ്റ്റ് എ ക്വിക്ക് റിമൈൻഡർ എന്നൊക്കെ പറയാം, യു ഓൺലി ലിവ് വൺസ്. സോ ഈ കഴിഞ്ഞ ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്കതൊക്കെ ചെയ്യായിരുന്നു, ഞാൻ എൻ്റെ 20s 30s ഒക്കെ വേസ്റ്റ് ആക്കിന്ന് ചിന്തിച്ച സമയം പോവും. സോ you just live the life the fullest. So see you all in the next video. Until then, take care and bye bye.